താൻ നിർമ്മിച്ച സിനിമകൾ വരുത്തിവെച്ച കനത്ത സാമ്പത്തിക ആഘാതത്തിൽ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് മുരളി കുന്നുംപുറത്ത് രംഗത്തെത്തിയിരുന്നു. താൻ നിർമ്മിച്ച സുമതി വളവ് ഉൾപ്പെടെയുള്ള 3 ചിത്രങ്ങളിൽ നിന്ന് കനത്ത സാമ്പത്തിക നഷ്ടം സംഭവിച്ചുവെന്നും ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകരായ സംവിധായകൻ വിഷ്ണു ശശിശങ്കർ, തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്നാൽ നിർമ്മാതാവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കാണിച്ച് അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനം നടത്തിയതോടെ വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങി. മറ്റൊരു പ്രമുഖ നിർമ്മാതാവായ വേണു കുന്നുംപള്ളിയുടെ വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വന്നതോടെ സിനിമയ്ക്കുള്ളിലെ ബഡ്ജറ്റ് വർധനവും ചതിക്കുഴികളും വലിയൊരു രാഷ്ട്രീയ സിനിമാ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പ്രമുഖ നിർമ്മാതാവായ വേണു കുന്നുംപള്ളി മുരളി കുന്നുംപുറത്തിന് നൽകിയ ഉപദേശങ്ങളും സിനിമയുടെ ബഡ്ജറ്റിലുണ്ടായ വൻ വാഗ്ദാനവുമാണ് ഈ വിവാദത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. സുമതി വളവ് എന്ന സിനിമയുടെ കഥ താൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളതാണെന്നും അതൊരു സീരിയൽ നിലവാരത്തിലുള്ള കഥയാണെന്നും വേണു കുന്നുംപള്ളി വെളിപ്പെടുത്തി. ഈ സിനിമയുമായി മുന്നോട്ട് പോകരുതെന്ന് താൻ മുരളിയെ ദുബായിൽ വെച്ച് കണ്ട് ഉപദേശിച്ചിരുന്നു. വേണു കുന്നുംപള്ളിയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പ്രലോഭനങ്ങളിൽ വശംവദനായാണ് മുരളി ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വെറും 5 കോടി രൂപയിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന ഈ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 15 കോടി രൂപയായി മാറിയെന്ന് വേണു പറയുന്നു. റിലീസ് ചെലവുകൾ കൂടി ചേർത്തപ്പോൾ ഇത് ഏകദേശം 20 കോടി രൂപയോളം എത്തി. അന്ന് വേണു സാർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നാണ് മുരളി കുന്നുംപുറം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. മൂകാംബികയിൽ വെച്ച് തന്നെ വിളിച്ച് വേണു കുന്നുംപള്ളി നൽകിയ മുന്നറിയിപ്പുകളെ കുറിച്ചാണ് അദ്ദേഹം പശ്ചാത്താപത്തോടെ ഓർക്കുന്നത്. നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി സുമതി വളവ് സിനിമയുടെ സംവിധായകൻ വിഷ്ണു ശശിശങ്കറും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും വാർത്താസമ്മേളനത്തിലൂടെ രംഗത്തെത്തി. തങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളും ചതിയും ശുദ്ധ അസംബന്ധമാണെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. സിനിമയുടെ ബജറ്റ് വർദ്ധിച്ചത് നിർമ്മാണ ഘട്ടത്തിലെ മാറ്റങ്ങൾ കൊണ്ടും നിർമ്മാതാവിന്റെ ചില തീരുമാനങ്ങൾ കൊണ്ടുമാണെന്ന് അവർ വാദിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ നിർമ്മാതാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇരുവരും സംസാരിച്ചത്. സിനിമയുടെ പരാജയത്തിന് അണിയറ പ്രവർത്തകരെ മാത്രം പഴിചാരുന്നത് ശരിയല്ലെന്നും ഓരോ ഘട്ടത്തിലും നിർമ്മാതാവിന്റെ അറിവോടെയാണ് കാര്യങ്ങൾ നടന്നതെന്നും അവർ പറയുന്നു. മുരളി കുന്നുംപുറത്ത് പങ്കുവച്ച വീഡിയോ സഹതാപം നേടാനുള്ള നാടകമാണെന്നും യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നും അണിയറ പ്രവർത്തകർ ആരോപിച്ചു. തങ്ങളുടെ കരിയറിനെ ബാധിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച നിർമ്മാതാവിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും അണിയറ പ്രവർത്തകർ ആലോചിക്കുന്നുണ്ട്. മുരളി കുന്നുംപുറത്തിന്റെ അവസ്ഥ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മലയാള സിനിമാ മേഖലയിലെ പല കലിപ്പേറിയ സത്യങ്ങളുടെയും പ്രതിഫലനമാണെന്നുമാണ് പ്രമുഖ സിനിമാ നിർമ്മാതാവ് വേണു കുന്നുംപള്ളി തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിൽ വ്യക്തമാക്കിയത്. സിനിമാ മേഖലയിൽ ആത്മാർത്ഥത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ടെന്ന് വേണു കുറ്റപ്പെടുത്തി. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുണ്ടാക്കിയ പണം കൊണ്ട് അഹങ്കാരത്തിന്റെ അത്യുന്നതങ്ങളിൽ വിലസുന്ന ഇവരെ തിരിച്ചറിയാൻ ഒരു സിനിമ എടുത്താൽ മതിയെന്നും അദ്ദേഹം പരിഹസിച്ചു. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന ബഡ്ജറ്റിന്റെ ഇരട്ടിയോ അതിലധികമോ ചിലവായാലും യാതൊരു കുലുക്കവുമില്ലാതെ അണിയറ പ്രവർത്തകരെ മാറ്റി നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബഡ്ജറ്റ് കൂടുമ്പോൾ പുതിയ നിർമ്മാതാക്കളെ കണ്ടെത്തി ഈ ചതിക്കുഴിയിലേക്ക് തള്ളുന്ന രീതി ശരിയല്ലെന്നും വേണു കുന്നുംപള്ളി ചൂണ്ടിക്കാട്ടി. 100 കണക്കിന് നിർമ്മാതാക്കൾ കടക്കണിയിലായി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴും സിനിമാ അസോസിയേഷനുകൾ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. അസോസിയേഷനുകളുടെ കണ്ണു തുറക്കുന്നത് എപ്പോഴാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സംവിധാനം പോകട്ടെ, ആർട്ടിസ്റ്റുകൾക്ക് കുട പിടിച്ചു കൊടുക്കാൻ പോലും യോഗ്യതയില്ലാത്തവർ വരെ സിനിമയിൽ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് വലിയ ദുരന്തമാണെന്നും അദ്ദേഹം കുറിപ്പിലൂടെ വിമർശിച്ചു. സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കേവലം ഒരു സാമ്പത്തിക തർക്കം എന്നതിലുപരി മലയാള സിനിമാ വ്യവസായത്തിന്റെ ചില പഴുതുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മുരളി കുന്നുംപുറത്തിന്റെ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ സിനിമാ നിർമ്മാണ രംഗത്തെ ബഡ്ജറ്റ് നിയന്ത്രണങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. അണിയറ പ്രവർത്തകർ ആരോപണങ്ങൾ തള്ളുമ്പോഴും പുതിയ നിർമ്മാതാക്കൾ ഇത്തരം കെണികളിൽ വീഴാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സിനിമാ ലോകം വിലയിരുത്തുന്നു. നിർമ്മാതാക്കളുടെ സംഘടന ഈ വിഷയത്തിൽ എത്രത്തോളം ഫലപ്രദമായി ഇടപെടുമെന്നത് നിർണായകമാണ്. വേണു കുന്നുംപള്ളി സൂചിപ്പിച്ചതുപോലെ ബഡ്ജറ്റ് അനാവശ്യമായി വർദ്ധിപ്പിക്കുന്നതിനെതിരെയും പ്രൊഫഷണലിസം കാണിക്കാത്തവർക്കെതിരെയും ശക്തമായ നിലപാട് അസോസിയേഷനുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഒരു പ്രോജക്റ്റ് പണം മുടക്കുന്നതിന് മുമ്പ് കഥയുടെ നിലവാരത്തെക്കുറിച്ചും സാമ്പത്തിക ലാഭ സാധ്യതകളെക്കുറിച്ചും കൃത്യമായ ബോധ്യം ഉണ്ടാകണമെന്ന വലിയ പാഠമാണ് മുരളി കുന്നുംപുറത്തിന്റെ അനുഭവം നൽകുന്നത്. ചുരുക്കത്തിൽ സിനിമയെന്ന വർണ്ണ ലോകത്തിന് പിന്നിലെ കറുത്ത വശങ്ങളെയാണ് ഈ വിവാദം തുറന്നു കാട്ടുന്നത്. കൂടുതൽ സുതാര്യമായ രീതിയിൽ സിനിമാ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം ചർച്ചകൾ സഹായിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.